നമ്മിൽ നിന്ന് റജബ് മാസം വിട പറഞ്ഞു. ഷാബാനിലേക്ക് നമ്മൾ കടന്നു. ഷാബാൻ മാസം നമ്മിൽ നിന്ന് വിട പറയാൻ പോവുകയാണ്. നമ്മളൊക്കെ കാത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. അള്ളാഹുവേ, എനിക്ക് റജബിലും ഷാബാനിലും റമളാനിലും ആഫിയത്ത് നൽകണേ, ആരോഗ്യം നൽകണേ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ഷാബാൻ വബല്ലിഅനാ റമളാൻ എന്ന മഹത്തായ ദുആ നമ്മളൊക്കെ ദുആ ചെയ്ത് റജബും കഴിഞ്ഞ് ഷാബാനിലെത്തി. ഷാബാൻ നമ്മിൽ നിന്ന് ഇവിടെ പറയാൻ പോവുകയാണ്. ഷാബാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിൽ നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു. ഇനി നമ്മൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട പുണ്യമാസമായ റമളാൻ മാസത്തിലേക്ക് കടക്കുകയാണ്. എന്നാൽ നമ്മുടെ വീടൊരുങ്ങി, നാടൊരുങ്ങി, പള്ളിയൊരുങ്ങി എല്ലാം നമ്മൾ വൃത്തിയാക്കി റമളാനിലേക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. നമ്മളൊക്കെ റമളാൻ മാസം വരുമ്പോൾ ഒരുപാട് ദുആ ചെയ്യാറുണ്ട്. അള്ളാഹുവിനോട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ തുറന്നു പറയാറുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എന്നാൽ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട ചരിത്രമുണ്ട്. റമളാൻ മാസത്തെ നമ്മൾ ഒരുപാട് ബഹുമാനിക്കണം. ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാടും വീടും ഒക്കെ നമ്മൾ വൃത്തിയാക്കുന്നത്. എല്ലാവരും മനസ്സറിഞ്ഞ് ദുആ ചെയ്യുന്നൊരു ദുആ ഉണ്ട്. അല്ലാഹുവേ, റമളാൻ മാസം എനിക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ എന്നെ പെടുത്തണേ എന്ന് നമ്മളൊക്കെ ദുആ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ദുആക്ക് പിന്നിലൊരു ചരിത്രമുണ്ട്. നമ്മളൊക്കെ അറിയാതെ പോയ ചരിത്രമുണ്ട്. ഇത് പലർക്കും അറിയൂല. അറിയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. നമ്മളൊക്കെ അല്ലാഹുവേ, റമളാൻ അനുകൂലമായ സാക്ഷി നിൽക്കുന്നവരിൽ എന്നെ പെടുത്തണേ. ഈ ദുആ എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്? ഈ ദുആ ചെയ്യാൻ ഒരു കാരണമുണ്ട്. നാളെ മഹ്ശറയിൽ ഞാനും നിങ്ങളും വരുമ്പോൾ റമളാൻ അനുകൂലമായി നമുക്ക് സാക്ഷി നിൽക്കാം, അനുകൂലമല്ലാതെ സാക്ഷി നിൽക്കാം. എന്നാൽ റമളാനിനെ ബഹുമാനിച്ച് ആദരിച്ച ഒരാളാണെങ്കിൽ നാളെ മഹ്ശറയിൽ വരുമ്പോൾ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, ഞാൻ റമളാൻ മാസമാണ്, അവൻ എന്നെ ബഹുമാനിച്ചിട്ടുണ്ട്, അവന് സ്വർഗം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നന്മയ്ക്ക് വേണ്ടി വാദിക്കാൻ, നമുക്ക് നന്മയ്ക്ക് വേണ്ടി നമ്മുടെ കൂട്ടുകാരനായി കൂടെ നിൽക്കാൻ റമളാൻ മാസം നാളെ മഹ്ശറയിലേക്ക് വരുമെന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന്, നമ്മൾ റമളാൻ മാസത്തെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ, റമളാൻ മാസത്തെ ആദരിച്ചില്ലെങ്കിൽ ഒരു കൂട്ടം നരകത്തിലേക്കും മറു കൂട്ടം സ്വർഗത്തിലേക്കും പോകുന്ന ഒരു വല്ലാത്ത ദിവസം മഹ്ശറ. അവിടെ നിന്നുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ വിധി പ്രകാരം നമ്മൾ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് കരഞ്ഞിട്ട് വരും, അള്ളാഹുവേ, ഞാൻ റമളാൻ മാസമാണ്, ഇവൻ എന്നെ ബഹുമാനിച്ചിട്ടില്ല, എന്നെ ആദരിച്ചിട്ടില്ല, നിൻ്റെ പുണ്യമാക്കപ്പെട്ട മാസമാണ് ഞാൻ, എന്നെ നല്ലതുപോലെ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്തിട്ടില്ല. ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ ഇവൻ ഒരുപാട് തിന്മകൾ ചെയ്തവനാ, ഒരുപാട് അധപകേടുകൾ ചെയ്തവനാ. അതുകൊണ്ട് ഇവന് സ്വർഗം കൊടുക്കല്ലേ റബ്ബേ. അതിന് എതിരെ നമുക്ക് സാക്ഷി നിൽക്കാൻ നാളെ മഹ്ശറയിലേക്ക് റമളാൻ മാസം കടന്നു വരും. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് നമ്മൾ ദുആ ചെയ്യുന്നത്, അള്ളാഹുവേ, റമളാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരെ എന്നെ പെടുത്തണേ. എൻ്റെ പ്രിയമുള്ളവരെ, റമളാൻ മാസത്തിൽ നമ്മൾ നല്ലതുപോലെ ബഹുമാനിക്കണം, ആദരിക്കണം, ഒരു പുതിയ തീരുമാനമെടുക്കണം. ഓരോ റമളാൻ വരുമ്പോൾ തീരുമാനമെടുക്കും, നന്നാവണം, അള്ളാഹുവിലേക്ക് മടങ്ങണം. എന്നാൽ ഈ റമളാൻ അതിനുള്ളതാ. അള്ളാഹുവിലേക്ക് പൂർണ്ണമായി മടങ്ങുക. റമളാനിലും റമളാൻ കഴിഞ്ഞാലും ഇനിയുള്ള വർഷം അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കുക, ഒരുപാട് നന്മകൾ ചെയ്യുക. റമളാൻ മാസം മാത്രം പോരാ, റമളാൻ കഴിഞ്ഞാലും അതൊക്കെ റമളാനിലേക്ക് കടക്കുമ്പോൾ നമ്മൾ തീരുമാനമെടുക്കുക. അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖും ആഫിയത്തും നൽകുമാറാവട്ടെ.